വെൽക്കം ടു ഫ്ലൈയിങ് ബേർഡ്സ്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇവിടെ കാണിക്കുന്നത്. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നത് പനീർ ബട്ടർ മസാലയും ചപ്പാത്തിയാണ് ഇന്ന് രാവിലെ. അപ്പോൾ ഇന്ന് ഹോട്ടലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ ദിവസവും എല്ലാ വിഭവങ്ങളൊന്നും കിട്ടണില്ലല്ലോ. അപ്പോൾ ഈ പനീർ ബട്ടർ മസാല എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണം, ഈസി ആയിട്ട് ഏത് നേരത്തും കഴിക്കാൻ പറ്റണ ഒരു വിഭവമല്ലേ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേന്നാണ് ഞാൻ കാണിക്കണേ. ഇവിടെ ആളുകളൊന്നും എഴുന്നേറ്റിട്ടില്ല, എങ്ങനെ ഉണ്ടാക്കണേന്നുള്ളത് കാണിച്ചു തരാം. ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തു വെച്ചേക്കണത് ആശീർവാദിൻ്റെ മറ്റേ ഗോതമ്പ് പൊടിയാണ് എടുത്തു വെച്ചേക്കണത്, ആട്ട. അപ്പം അത് ഞാനൊരു 2.5 കപ്പ്, നിങ്ങൾ ഏത് പാത്രത്തിൽ ഇടണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അളവ് വെച്ചിട്ട് എടുക്കാൻ നോക്കാം. ഞാനിവിടെ അളവും ഒന്നും നോക്കാറില്ല കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ അളവ് കാണിക്കണേ. ഞാൻ സാധാരണ കുറച്ച് പൊടി എടുക്കും, പൈപ്പിൻ്റെ അടിയിൽ തന്നെ വെച്ചിട്ട് പൈപ്പ് തുറക്കും, ഇതിലേക്ക് വെള്ളം ഒഴിക്കും. അത്രയ്ക്കും എക്സ്പെർട്ടാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ഈസി ആയിട്ടാണ് ഇത് ഉണ്ടാക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ മെഷർമെൻറ്റുകൾ പറയണത്. ഇപ്പം ഇതൊരു 2.5 കപ്പ് ആട്ടപ്പൊടി ഉണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കണത്. ഉപ്പ് ആവശ്യത്തിനുള്ളത് അവരവരുടെ ആവശ്യത്തിനുള്ളത് ചേർക്കാം. ഇനി ഷുഗറൊന്നും ഇല്ലാത്തവരാണെങ്കിൽ വേണമെങ്കിൽ ഇതിൽ 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ ചേർക്കണില്ല. പിന്നെ അതുപോലെ തന്നെ വേണമെങ്കിൽ 1 ടീസ്പൂൺ ഓയിലും ചേർക്കാം. ഞാൻ അതും ചേർക്കണില്ല. പിന്നെ സാധാ പച്ചവെള്ളം, ചൂടുവെള്ളമൊന്നുമല്ല, സാധാ പച്ചവെള്ളമാണ് ഞാൻ ചേർക്കണത്. ഞാൻ എന്തോരം എടുത്തു എന്നുള്ളത് ഞാൻ മെഷർമെൻറ്റ് സഹിതം കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു 1/2 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ 1 കപ്പ് വെള്ളമാണ് 2.5 കപ്പിന് ഒഴിച്ചാണ്. ഇപ്പം ഈ 2.5 കപ്പ് മൈദപ്പൊടിക്ക് കറക്റ്റ് അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളം, അത് കറക്റ്റാണ്. ഇനി ഇതിലൊരു മാറ്റമില്ല. ആശീർവാദിൻ്റെ ആയിരിക്കണം കേട്ടോ. ഇനി വേറെ പൊടി എടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കില്ല. ഇത് ഇത്തിരി ലൂസായിട്ടാണ് ഇരിക്കണേ. ഒരുപാട് ടൈറ്റായിട്ടുള്ളത് എടുക്കരുത്. ഈ ഡോ ഇത്തിരി ലൂസ് കണ്ട, ഇതിങ്ങനെ ഇത്തിരി ലൂസുള്ള മാവാണ്. ഇനി ഇതൊരു കറി നമ്മൾ റെഡിയാക്കണ വരെ ഇത് ഇവിടെ ഇരുന്ന് റെഡി ആവട്ടെ. കുറച്ച് നേരം ഇത് ഇരിക്കും തോറും ഇത് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആയിക്കോളും. ഒരു 10-20 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇത് നമുക്ക് മൂടി വയ്ക്കാം, അല്ലെങ്കിൽ ഡ്രൈ ആയിപ്പോവും. ഇപ്പോൾ മൂടി വെച്ച് ഇനി നമുക്ക് പനീർ ബട്ടർ മസാലയ്ക്കുള്ള കാര്യങ്ങൾ എന്തിട്ടാന്ന് നോക്കാം. ഈ പനീർ ബട്ടർ മസാലയ്ക്കുള്ള ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. ഈ ഗ്രേവിക്ക് ഞാൻ ചെറിയ അളവിൽ ചെറിയ ടൊമാറ്റോസാണ് എടുത്തേക്കണേ. ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി അളവിലാണ് ഞാൻ സവാള എടുത്തേക്കണേ. ഈ ടൊമാറ്റോൻ്റെ പുളിയിലേക്ക് ഈ സവാളയുടെ മധുരം ചേരുമ്പോൾ ഉണ്ടാവണ ആ ഒരു ടേസ്റ്റാണ് ഈ ഗ്രേവിക്കുള്ളത്. അപ്പോൾ പുളി ബാലൻസ് ചെയ്യാനാണ് ഇത് എടുക്കണത് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ എരിവിനായിട്ട് ചേർക്കണത് 2 ഉണക്കമുളക്, പിന്നെ ഒരു ചെറിയ പച്ചമുളക് 2-3 എണ്ണം. പിന്നെ മസാല ആയിട്ട് എടുക്കുന്നത് ഹോൾ സ്പൈസസ് എടുക്കുന്നുണ്ട്. അത് 2 ഏലക്കായും 2 കരയാമ്പൂവും 2 പീസ് പട്ടയും. പിന്നെ എടുക്കുന്നത് ഒരു ബേ ലീഫ്. പിന്നെ വേണ്ടത് നോർത്ത് ഇന്ത്യൻ ഡിഷാണുള്ളത്. അപ്പോൾ അവർക്ക് മെയിനായിട്ട് ജീരകം മസ്റ്റാണ് അവരുടെ കയ്യിൽ. അപ്പോൾ ജീരകം 1 ടീസ്പൂൺ ജീരകം. പിന്നെ വേറെ ഞാൻ ചേർത്തേക്കണത് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ചെറിയ ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 കുഞ്ഞ് ടീസ്പൂൺ മസാല, 1 ചെറിയ ടീസ്പൂൺ മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാട്ടോ. പിന്നെ ഇതിൻ്റെ ഗ്രേവി നല്ല തിക്കാവാൻ വേണ്ടിയിട്ട് ഒരു പിടി കാഷ്യൂ. അത് നമ്മൾ ചിലവരൊക്കെ വെള്ളത്തിലിട്ട് ചെയ്യും. ഞാൻ എളുപ്പത്തിന് വെള്ളത്തിലൊന്നും ഇടാറില്ല കേട്ടോ. ഞാൻ ഇത് മസാലകൾ വഴറ്റുമ്പോൾ അതിലേക്ക് ഇടും. പിന്നെ അത് താളിക്കണ നേരത്ത് നമുക്കിത് ഒരു 2 പീസ് വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചി ഇട്ടിട്ട് അത് വഴറ്റിയെടുക്കാം. പിന്നെ വേറെ വേണ്ടത് കസൂരി മേത്തിയാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇനി ആദ്യം എന്തിട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ സവാളയും ടൊമാറ്റോ ഒക്കെ എങ്ങനെ വേണമെങ്കിലും അരിയാം കേട്ടോ. ഇത് നമുക്ക് വഴറ്റാനുള്ളതല്ലേ. കുരുന്ന് അങ്ങോട്ട് അരിഞ്ഞിട്ടോ.
സ്റ്റൗ കത്തിക്കാം. ഇത് വെളിച്ചെണ്ണയിലല്ല കുക്ക് ചെയ്യണേ, സൺഫ്ലവർ ഓയിൽ കേട്ടോ. അതായത് പ്രത്യേകിച്ച് മണമൊന്നുമില്ലാത്ത ഓയിലുകളായിരിക്കണം. അപ്പോൾ സൺഫ്ലവർ ഓയിലും ഒക്കെയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ ജീരകം, പിന്നെ നമ്മുടെ ഏലക്കായും പട്ടയും ഗ്രാമ്പും ഇടാം. ഈ ബേ ലീഫും ഇടാം. ഇതിൻ്റെ മണം ഒന്ന് ഇതിലേക്ക് ഇറങ്ങട്ടെ. ഇനി നമ്മുടെ 2 വറ്റൽമുളകും അതുമാതിരി നമ്മുടെ സവാളയും ടൊമാറ്റോ ഒക്കെ അരിഞ്ഞു വെച്ചല്ലേ, പച്ചമുളകും, ഇതെല്ലാം കൂടി അങ്ങോട്ട് ഇട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇടാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഈ കാഷ്യൂ ഇല്ലേ, ഒരു പിടി കാഷ്യൂ അതും ഇടാം. ഇതിലേക്ക് നമ്മുടെ ഈ മുളക് പൊടിയും കാശ്മീരി പൗഡറും സാദാ മുളകും ഒരു നുള്ളു മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും കുറേശ്ശെ മതി. ഇതൊക്കെ എല്ലാം കൂടി മിക്സ് ചെയ്യുക. ഇത് നന്നായി വാടുമ്പോൾ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ദേ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. കടയിൽ പോയി നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് കൊടുത്തിട്ടാണ് നമ്മളിത് വാങ്ങിക്കണത്. 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ ഇതിലൊക്കെ. ഇനി വേറൊരു പാനിലേക്ക് നമുക്ക് ഒരു പീസ് ബട്ടർ ഇടാം. നമ്മുടെ മെയിൻ താരം പനീറല്ലേ, പനീറിനെ ഒന്ന് റെഡിയാക്കാനാണ്. ബട്ടർ ഒന്ന് മെൽറ്റായി വന്ന് കഴിയുമ്പോൾ കുറച്ച് കാശ്മീരി പൗഡർ എടുത്ത് വയ്ക്കുക, കുറച്ച് ഉപ്പ് എടുത്ത് വയ്ക്കുക കേട്ടോ. ബട്ടർ റെഡിയായി വരുന്നുണ്ട്. നമുക്ക് ആ കാശ്മീരി പൗഡർ, കാശ്മീരി ചില്ലി ഇല്ലേ, അതൊരു ടീസ്പൂൺ ഇടാം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ പനീർ ക്യൂബ്സ് ആക്കി ഇടാം. തീ കുറച്ച് വയ്ക്കും. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. പനീർ ഇവിടെ ബട്ടറിൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. നമ്മുടെ ടൊമാറ്റോയും സവാളയൊക്കെയുള്ള ആ ഇതില്ലേ ഗ്രേവിക്കുള്ളതൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി പേസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം. ഗ്രേവി ഞാൻ നല്ല പേസ്റ്റാക്കി അരച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനിയൊരു പാൻ ചൂടാക്കിയിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക. സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിക്കുക. എന്നിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റുള്ള ഒരു പേസ്റ്റ് ഇട്ടാൽ മതി. എൻ്റെ കയ്യിൽ അതില്ല, അപ്പം ഞാൻ ഫ്രഷ് ആയിട്ടുള്ളതാണ് യൂസ് ചെയ്യണേ. ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഗ്രേവി ഇതിലേക്ക് ഒഴിക്കാം. ഈ ഗ്രേവി ഇങ്ങനെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ വേറെ 5 മിനിറ്റ് മതി ഈ പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ. 5 മിനിറ്റ് നമുക്ക് ഇങ്ങനെ റെഡിയാക്കി കുറേ നാൾ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ഈ ഗ്രേവി. അപ്പോൾ ആവശ്യത്തിന് എടുക്കാം. ഡിഷ് ഇവിടെ റെഡി ആവാറായി. ഇനി ഇതിന് മെയിനായിട്ട് ചേർക്കേണ്ട ഒരു ഐറ്റം ഉണ്ട്. ഈ നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കൊടുക്കുന്നത് കസൂരി മേത്തി. ഇത്
ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്മിയാൽ മതി. ഇതാണ് ഇതിൻ്റെ ഫ്ലേവർ. ഈ ഗ്രേവിയുടെ ഇടയിൽ കുറച്ച് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇടണം കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ഉപ്പ് നോക്കാം കേട്ടോ. ഉപ്പ് നോക്കാം. നന്നായി ബോയിലായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചേക്കണ പനീറും കൂടി മിക്സ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഫ്രഷ് ക്രീം. നമ്മുടെ പനീർ ബട്ടർ മസാല റെഡിയായി. ഏറ്റവും അവസാനം നമുക്ക് കുറച്ച് മല്ലിയില ഗാർണിഷിങ്ങിനായിട്ട് എടുക്കാം. മല്ലിയില തൂവി എടുക്കാം. അപ്പം ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചപ്പാത്തിക്കുള്ള മാവൊക്കെ റെഡിയായി. ഞാൻ അങ്ങനെ ബോളുകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേഗം വേഗം ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാം. ചപ്പാത്തിക്ക് ഞാൻ എപ്പോഴും പറയണ മാതിരി തന്നെ മൈദയാണ് പരത്താൻ വേണ്ടി വെച്ചേക്കുന്നത്. പാൻ നന്നായി ചൂടായിട്ട് വേണം ഈ ചപ്പാത്തി ഇതിലേക്ക് ഇടാൻ. ഈ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിടാം. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഒരു സൈഡ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഇങ്ങനെ ചെറിയ ചെറിയ ബബിൾസുകൾ ഇങ്ങനെ കാണും. അപ്പോൾ ഒന്നുകൂടി മറിച്ചിടാം. അത് കഴിഞ്ഞിട്ട് 1 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ തീ കൂട്ടി വയ്ക്കാം. സോഫ്റ്റ് ചപ്പാത്തി കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യണം. ഇതിങ്ങനെ പൊന്തി വന്ന് കഴിയുമ്പോൾ ഇതുപോലെ ഒരു പൊള്ളിച്ചെടുക്കാം നമുക്ക് വേണമെങ്കിൽ. ഇതേ ഇങ്ങനെ ഒരു പാത്രത്തിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഇതിങ്ങനെ പൊന്തി വരും. അപ്പം നമ്മുടെ അതെ ചപ്പാത്തി നല്ല അടിപൊളി ചപ്പാത്തി റെഡി. നമ്മുടെ പനീർ ബട്ടർ മസാല അടിപൊളിയാണ്. നല്ല മണമാണ് ഇവിടെ കേട്ടോ. നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടമാവും. ഇവിടെ നല്ല അടിയായിരിക്കും ഈ പനീറിന് വേണ്ടിയിട്ട്. ഇത് നോക്കിയാൽ സോഫ്റ്റ് ചപ്പാത്തി ആയിരിക്കും. നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കണതൊന്നും ഒരു ടേസ്റ്റ് ഇല്ല കേട്ടോ. ശരിക്കും നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കണത് തന്നെ ഏറ്റവും ടേസ്റ്റ്. അതിലൊക്കെ പ്രിസർവേറ്റീവൊക്കെ ഇട്ട് വരുന്നതല്ലേ. ഒരു പീസ് പനീറും ഈ ഗ്രേവിയും കൂടി ഇട്ട് കഴിച്ചു നോക്കാം. നല്ല അടിപൊളി. എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. അറിയണവർക്ക് പിന്നെ ഇതൊരു വിഷയമല്ല, അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയണത് കേട്ടോ. വായിലിട്ട അലിഞ്ഞു പോണ മാതിരത്തെ ചപ്പാത്തി അത്. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.